ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്രാഫ്റ്റ് ഒന്നല്ല ചെയ്യുന്നത്. എൻ്റെ ജനറൽ 2025 ഡയറീൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ ആണ്. ഇത് ഞാൻ ഫുൾ ചെയ്തേക്കുന്നത് വേറെ കുറേ ചാനലൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നിനു ഷാജി എന്ന് പറഞ്ഞ നിനു താത്തേൻ്റെ ചാനൽ നോക്കിയിട്ടാണ്. അതിനകത്ത് 2025 ബുജോ ഇല്ല, അത് നോക്കിയിട്ടാണ് ഞാൻ മൊത്തം ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ഒരു കോപ്പി വീഡിയോ അല്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ ബുക്കിലേക്ക് സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ്. ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതുപോലെ തുറക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ 2025 എഴുതി കുറേ തുലിപ്പല്ല വെറുതെ ഒരു കവായി പോലെ ഒരു ഫ്ലവർ എന്തോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു ബുക്ക് മാർക്കാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുറ്റത്തുള്ളൊരു ലീഫ് ഉണക്കിയിട്ട് മൈ ഫാമിലി ഐ എം ഗ്രേറ്റ്ഫുൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് യൂണിക്കോണിൻ്റെ വാഷ് ടേപ്പ് ഒട്ടിച്ച് ട്രാൻസ്പെറൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താണ്. പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ കയ്യിലുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് കേട്ടോ. ഇത് ജേണൽ ചെയ്യണ അത് ഞാൻ എടുത്ത് വെച്ചാണ്. ഇതെനിക്ക് കിട്ടിയത് മീൻസ് ഞാൻ വെട്ടിയെടുത്താണ് കല്യാണ കാർഡിൽ നിന്ന്. പിന്നെ ഇത് മറ്റേ നമ്മുടെ പ്ലം കേക്ക് ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ കുറേ പ്ലം കേക്ക് കിട്ടിയില്ല, ആ സമയത്ത് ചെയ്തതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള പെട്ടി എടുത്ത് വെച്ചിട്ട് ഇത് ഈ അടുത്ത് ചെയ്താണ് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് വെട്ടിയെടുത്ത് നൂലൊക്കെ ഇട്ടിട്ട് വിൻറ്റേജ് പോലെ. പിന്നെ എന്തോ കുറേ സ്റ്റിക്കറൊക്കെ എൻ്റെ പഴയ ഞാൻ 7th എൻ്റെ ബുക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് പറിച്ച് വെച്ച് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോച്ചാപ്പൂ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ നമ്മുടെ ഒരു ബാക്ക് പിൻ ഉണ്ട്, ഞാൻ ഇവിടെ കുത്തി വെച്ചാണ്. പിന്നെ ഫസ്റ്റായിട്ട് ചെയ്തൊരു നൈറ്റ് തീംഡ് പെയിൻറ്റിങ് ആണ്. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല ഗൈസ്, ഒട്ടിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇനി തിരിച്ചിനകത്തൊക്കെ വെക്കാം. ഇത്രയാണ് ഇവിടെ ഈ ഒരു പോക്കറ്റിലുള്ളത്. പിന്നെ കുറേ സ്റ്റിക്കർ ഉണ്ടെന്ന് പറഞ്ഞില്ല, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഇല്ലേ, ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ഇതിന് തൊട്ട് മുന്നിട്ട വീഡിയോയിൽ ഇതിൻ്റെ ബാക്ക് പിൻസാണ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുള്ളത്. പിന്നെ 2025 എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഐ ബിലോങ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി. അവിടെയും കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് നമ്മുടെ മൂഡ് ട്രാക്കറാണോ അതോ അതിന് തൊട്ട് മുന്നേ ഉള്ളവരാണോ, ഞാൻ നിനു താത്തയുടെ നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കണ്ടന്റിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ പറയാം, ഇൻസ് ആൻഡ് ഔട്ടാണോ മൂഡ് ട്രാക്കർ വരെയാണോ നിനു താത്തേനെ നോക്കി ചെയ്താന്ന് അറിയില്ല. ഓക്കെ, എത്രയും വരെ ഞാൻ നിനു താത്തേനെ നോക്കിയാണ് ചെയ്തത്. പിന്നെ ഹോപ്പ് ഈ ഒരു വേർഡ് ഞാൻ എഴുതിയപ്പം പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ച് എഴുതിയതല്ല, ഞാൻ അതിലുള്ള പോലെ തന്നെ അങ്ങ് കോപ്പി ചെയ്ത് എഴുതി വെച്ചതാണ്. അപ്പം ഈ ഒരു വേർഡ് എൻ്റെ ഈ ഒരു വർഷത്തിൽ കുറേ ഹോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, കുറേ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ലോക്ക് ബ്ലറാക്കി കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ പേപ്പർ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ ക്വാർട്ടർലി ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാച്ച് ലോഗ് ഉണ്ട്. ഇത് ഞാൻ ചെയ്തതിൻ്റെ ഫസ്റ്റ് കണ്ട നിറമാണ്, അത് കഴിഞ്ഞിട്ട് സൂക്ഷ്മദർശിനി അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിറങ്ങൾ അല്ലെങ്കിൽ ഇത് ചെയ്തതിൻ്റെല്ല നിറം കാണുന്നത്, അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ ഈ ബുക്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ട സിനിമ നിറമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ മന്ത്ലി റീസെറ്റ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ടു റിമെമ്പർ. പിന്നെ 2025 ഇൻസ് ആൻഡ് ഔട്ട് മൂഡ് ട്രാക്കറിൽ ഞാൻ ഹാപ്പി, സാഡ്, ആംഗ്രി, ഓസം, ലേസി, ബോറിങ്, പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ മൂഡ് ട്രാക്കർ ഞാൻ ഇവിടെ നിന്നിട്ട് ചാനലിൽ നിന്ന് തുടങ്ങുകയാണ്. ഇതും ഞാൻ നിനു താത്തേനെ നോക്കി ചെയ്തതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറേ ജേർണലിങ് വീഡിയോ ബുക്ക് ഫില്ലിങ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നോക്കി ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ ഇതെല്ലാം ഞാൻ അതുപോലെ എഴുതിയതാണ്. തിങ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, പിന്നെ മൺഡേ, വാറ്റ് പെൻ വിൽ എസ്റ്റർഡേ, ഇത് ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ, അതിനകത്തുള്ള പോലെ അല്ല എഴുതിയേ. പിന്നെ ഹാപ്പി ലിസ്റ്റ്, ഇതും എൻ്റെ തന്നെ എഴുതിയതാണ്. ഇത് എഴുതിയത് അതുപോലെ തന്നെയാണെങ്കിലും ഇതിനകത്ത് കുറച്ചൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതും എൻ്റെ ഇഷ്ടത്തിനുള്ളതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്.
ഇത് ഞാൻ വെറുതെ ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. മീൻസ് എന്താണ്, കുറേ കോഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ അബൌട്ട് മീ, ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പേജ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഓക്കെ, ഇനി ഇതും നിനു താത്തേൻ്റെ നോക്കി ചെയ്തതാണ്. കുറേ വാഷ് ടേപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല, അതും. പിന്നെ ബക്കറ്റ് ലിസ്റ്റ്, സാറ്റർഡേ, മൺഡേ ഇതുപോലെ തന്നെ സാറ്റർഡേ ഞാൻ എഴുതിയിട്ടുണ്ട്. വെറുതെ പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ വിഷ് ലിസ്റ്റ് കിട്ടിയതൊക്കെ ഞാൻ ബ്ലാക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും നിനു താത്തേനെ നോക്കി ചെയ്തതാണ്. പോസ്റ്റ് നോട്ട്, ഇത് നമ്മുടെ കടിക്കളോട് നോക്കിയാണ് കേട്ടോ ചെയ്തത്. ആര്യ ചേച്ചീനെ ചെയ്തത് നോക്കിയ ബുക്ക് ഫില്ലിങ് ഐഡിയാസിൽ നോക്കി ചെയ്തതാണ്. പിന്നെ ഇത് ഗൈസ് ഞാൻ പെട്ടെന്ന് പോകുന്നു. അത് ഈ സൈഡിലുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ പറ്റി എഴുതിയത്, ഈ സൈഡിലുള്ളത് ഞാൻ അവളെ പറ്റി എഴുതിയത്. പിന്നെ കുറേ പേരെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ 7th കഴിഞ്ഞപ്പോൾ കുറേ പേര് സ്കൂൾ മാറുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ ഷാലോസ് പാരഡൈസിലെ ചേച്ചീനെ നോക്കി ചെയ്തതാണ്. ബി ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇത് വരച്ചെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, എന്നാലും നമ്മൾ വരച്ചെടുത്തു. പിന്നെ ഇതാണ് നിനു താത്തേനെ നോക്കി ചെയ്തതാണ്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേജാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഷാലോസ് പാരഡൈസ് നോക്കി ചെയ്തതാണ്. അതിനകത്ത് അവർ ചേച്ചി ചെയ്യണത് ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡിൽ ഒട്ടിക്കുന്നതാണ്. ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സൊക്കെ അടിച്ച് നമ്മുടെ ഇത്ര ഉള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മിഠായിക്കാറൊക്കെ ഉണ്ട്. അതെനിക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഒരു പ്രാന്തുണ്ട് കേട്ടോ. എന്തെങ്കിലും നല്ലൊരു മിഠായിക്കാർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അതെടുത്ത് വെക്കും. വേറെ കുറേയൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. 5 സ്റ്റാർ, ടോബ്ലറോൺ, അങ്ങനെ. പിന്നെ സൊഹാൻ, സോർബോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മിഠായിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇത്ര ഉള്ളത് നമ്മുടെ ഫ്ലിപ്പ് ത്രൂ ഓഫ് മൈ ബുക്ക് ഡയറി ജേണൽ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഞാൻ ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്തതല്ല, എൻ്റെ കൈതട്ടി എന്തോ മറിഞ്ഞിടുന്നതാണ് സൗണ്ട് കേട്ടത്. ഇത് ഞാൻ നിനു താത്തേനെ നോക്കി ചെയ്തതാണ്. പിന്നെ ഷാലോസ് പാരഡൈസ് ചേച്ചീനെ നോക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ആര്യ ചേച്ചീനെ നോക്കി ചെയ്തിട്ടുണ്ട് കടൽ ക്ലൗഡിൽ. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചാനൽസാണ് കേട്ടോ. പിന്നെ ഞാൻ രാഗി വിത്ത് പെൻ അങ്ങനെ കുറേ ചാനലൊക്കെ കാണാറുണ്ട്. ഫ്ലോറിറ്റ, അങ്ങനെ കുറേ ക്രാഫ്റ്റ് ചാനലൊക്കെ ഞാൻ കാണാറുണ്ട്. അതിലും നോക്കിയൊക്കെ ഞാൻ കുറേ ചെയ്യാറുണ്ട്. ബുക്കിൽ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ 3 ചാനൽ നോക്കിയിട്ടാണ് ബുക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. മീൻസ് ഷാലോസ് പാരഡൈസ്, കടൽ ക്ലൗഡ്, നീനു ഷാജി. ഇതിനകത്ത് ഈ 3 ചാനൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് സൗണ്ട് അധികം ക്ലിയർ അല്ലാത്തത്. നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് എൻ്റെ നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയാം. ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യണം. ഈ ബുക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിനു താത്തേൻ്റെയും ആര്യ ചേച്ചീൻ്റെയും ഷാലോസ് പാരഡൈസ് ചേച്ചീൻ്റെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാണണമെങ്കിൽ അവരുടെ ചാനലൊക്കെ പോയി നോക്കുക. ഇത് എൻ്റെ നോക്കിയിട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്താൽ നിങ്ങൾ ആരും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.